ഹലോ നമസ്കാരം. ഇത് റോബോ എൽവാക് വോയിസ് പ്രോ അൺബോക്സിങ് ആൻഡ് അതെങ്ങനെ കോൺഫിഗർ ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതുപോലെ അൺബോക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം രണ്ട് കവറിലാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് കൊറിയർ ത്രൂ വരുമ്പം നമുക്ക് ഡാമേജ് പറ്റാതിരിക്കാൻ രണ്ട് ഇതായിട്ട്. പിന്നെ അതുകൂടാണ്ട് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മെഷീൻ യൂണിറ്റ് വരുന്നത്. അതുപോലെ സൈഡിൽ അതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുഷ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ കണക്ട് ചെയ്യണം. ചാർജിങ് സ്റ്റേഷൻ രണ്ട് ഒരു പോർഷനായിട്ടാണ് വരുന്നത്. ഒന്ന് അഡാപ്റ്റർ, അത് ആ അഡാപ്റ്റർ വന്നിട്ട് മെഷീനിലേക്ക് കണക്ട് ചെയ്യണം. ഈ രീതിയിൽ അതിൻ്റെ കേബിൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അഡാപ്റ്ററിലേക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, ഇപ്പോൾ അത്രയും ലെങ്ത്ത് വേണ്ട കേബിൾ എന്നുണ്ടെങ്കിൽ അതിനകത്ത് വൈൻഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് കൺവീനിയൻ്റ് ഓപ്പൺ പ്ലേസിലാണ് ചാർജിങ് സ്റ്റേഷൻ വെക്കേണ്ടത്. നമുക്ക് മെഷീന് കൺവീനിയൻ്റ് ആയിട്ട് വന്ന് കയറാൻ പറ്റുന്ന ലെവലിൽ അതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാതെ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഡസ്റ്റ്ബിൻ, അതിൻ്റെ പൊടി കളക്ട് ചെയ്യുന്നതും വെള്ളം ഫില്ല് ചെയ്യാനുള്ള ടാങ്ക് ഇങ്ങനെയാണ് നമുക്ക് അഴിക്കേണ്ടത്. അഴിച്ചതിന് ശേഷം ഡസ്റ്റിൻ്റെ ടാങ്ക് വന്നിട്ട് കണ്ടോ ഒരു ലോക്ക് ഉണ്ട്, അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊന്തിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം അതിലെ ഡസ്റ്റ് ടാങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു ആരോ മാർക്ക് ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടത്. മുകളിൽ കാണുന്ന ഇപ്പോൾ ഈ കാണിക്കുന്നത് ടോപ്പ് നമ്മൾ ലോക്ക് മാത്രമാണ്, അതിൽ പിടിച്ച് ഓടിച്ച് നോർമലി എല്ലാവർക്കും സംഭവിക്കുന്നത് അതാണ് ഓപ്പൺ ചെയ്യുക. താഴത്തെ ആരോ മാർക്ക് പ്രസ് ചെയ്ത് ഓപ്പൺ ആവും. നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് പൊടി ഇട്ടാൽ മതി. ആ മുകളിൽ കാണുന്നതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവും, അത് ഒന്നും ചെയ്യരുത്. അത് ജസ്റ്റ് ലോക്ക് മാത്രമാണ്. നമ്മൾ രണ്ട് ടാങ്കും കൂടെ കണക്ട് ചെയ്യുന്ന ലോക്കാണത്. നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് ഹെപ്പ ഫിൽറ്റർ ഉണ്ട്. കളക്ട് ചെയ്ത പൊടി പുറത്തേക്ക് വരാതിരിക്കാനുള്ള എയർ ഫിൽട്രേഷൻ വേണ്ടിയിട്ടുള്ള ഹെപ്പ ഫിൽറ്റർ. ഈ ഡസ്റ്റ് ടാങ്ക് നമുക്ക് ഹെപ്പ ഫിൽറ്റർ റിമൂവ് ആക്കിയതിനു ശേഷം കഴുകി ഉണക്കി യൂസ് ചെയ്യാൻ പറ്റും. ഹെപ്പ ഫിൽറ്റർ നനയാൻ പാടില്ല. പിന്നെ ഹെപ്പ ഫിൽറ്റർ അടിഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാം. ഒന്നോ രണ്ടോ ക്ലീനിങ് കഴിയുമ്പം അതിൻ്റെ അടിഭാഗത്തെ ഡസ്റ്റ് റിമൂവ് ചെയ്യുക, എന്നിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ഹെപ്പ ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി കൊടുത്താൽ മതി. ഇത് മോപ്പാണ്, ഫൈബർ ക്ലോത്ത്. നമുക്ക് തന്നെ ഈസി ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും വരയ്ക്കും ചെയ്യേണ്ട. സോപ്പോ മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഓരോ യൂസ് കഴിഞ്ഞിട്ട് ഓരോ ക്ലീനിങ് സെഷൻ ഡെയിലി ഉള്ള ക്ലീനിങ് മോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അത് ചളിയിൽ പറ്റി പിടിച്ചത് കറ പിടിക്കും, പ്ലസ് അതിനകത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. ഇത് സൈഡ് ബ്രഷാണ്. നമുക്ക് കോർണേഴ്സുള്ള പൊടികൾ, എൽ ഷേപ്പ് കോർണേഴ്സ് എല്ലാം പൊടിയെടുക്കാനുള്ള സൈഡ് ബ്രഷാണത്. സൈഡ് ബ്രഷ് ഇത് അഡീഷണൽ ഹെപ്പ ഫിൽറ്ററാണ്. അഡീഷണലായിട്ട് ഹെപ്പ ഫിൽറ്റർ, അഡീഷണൽ സൈഡ് ബ്രഷ്, അഡീഷണൽ ക്ലോത്ത് എക്സ്ട്രാ ഉണ്ടാവും. ഇതാണ് ഹെപ്പ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണത്. പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലുകളും കാര്യങ്ങളൊക്കെ കുടുങ്ങുകയാണെങ്കിൽ കട്ട് ചെയ്യാനുള്ള ബ്ലേഡും കൂടെ അതിനകത്തുണ്ട്. ഇതിലാണ് വെള്ളം കളക്ട് ചെയ്യുന്നത്. മോപ്പിങ്ങിന് വേണ്ടിയിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്ന ടാങ്കാണത്. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ആ ട്രേ രണ്ട് ഹോളിലേക്ക് അതിൻ്റെ ലെഗ് ഉണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസേർട്ട് ആവും. എന്നിട്ട് നേരെ മെഷീനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഫ്രണ്ട് പോർഷൻ അതാണ്. അപ്പോൾ സൈഡ് ബ്രഷ് എന്നിട്ട് ഡസ്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. സെൻറ്ററിൽ സ്ക്രബ്ബർ ബ്രഷാണ്. അതും കഴിഞ്ഞിട്ട് നേരെ തൊട്ട് പുറത്ത് തന്നെ മോപ്പിങ്. ഒരേ സമയത്ത് രണ്ടും നടക്കും, സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മോപ്പ് റിമൂവ് ചെയ്യണ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചാൽ മതി.
അതുപോലെ തന്നെ വെക്കുന്ന ജസ്റ്റ് രണ്ട് ഹോളിൽ ലെഗിലേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിന് ഒരു ഡാമേജ് ആയിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ അത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ അറ്റാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ക്ലോത്ത് ഉണ്ട് ഫ്രഷ് ബോക്സിൽ. അഡീഷണൽ പിന്നെ സൈഡ് ബ്രഷ്, ഹെപ്പ, പിന്നെ സെൻറ്റർ ബ്രഷ് നമുക്ക് അഴിച്ച് അത് അതിലുള്ള മുടിയും കാര്യങ്ങളൊക്കെ കുടിയും കഴിഞ്ഞാൽ റിമോട്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്തിട്ട് അതിലിങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ടാകും മുടിയൊക്കെ. അത് കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് വിത്ത് ബ്രഷാണ് നേരത്തെ കാണിച്ചത്. നമ്മളിങ്ങനെ മുടി ഇങ്ങനെ വലിച്ച് പറിക്കേണ്ട, അതായത് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം കട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. എങ്ങനെയാണോ നമ്മൾ എടുത്തത് അതുപോലെ തന്നെ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ 1-2 ക്ലീനിങ് കഴിയുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ബ്രഷിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. അതിനുശേഷം ഇൻസെർട്ട് ചെയ്യേണ്ടത് ഒരു വൈറ്റ് പോർഷൻ ഉണ്ട്, അതിനകത്ത് 2 ഇൻസെർട്ട് ചെയ്യേണ്ട ഒരു സ്ക്വയർ ഷേപ്പിൽ വൈറ്റിലേക്ക് വെച്ച് നേരെ സിമ്പിളായിട്ട് വെച്ചാൽ മതി, വേറെ അതിനകത്തൊന്നുമില്ല. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക, റിമോട്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ നേരെ അത് ക്ലോസ് ചെയ്യുക. ഈ രീതിയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് അമർത്തിയാൽ മതി. ടിക്ക് സൗണ്ട് വന്ന് ലോക്കായി. ഹെപ്പ ഫിൽറ്റർ അതിൻ്റെ മുകളിൽ ഹോൾഡർ ഉണ്ട്, അതിലാണ് വെക്കേണ്ടത്. എന്നിട്ട് എടുക്കുക, എന്നിട്ട് നേരെ താഴേക്ക് വെച്ചാൽ മാത്രം മതി. ഈ രീതിയിൽ പൊന്തിച്ചെടുക്കുക. തൊട്ട് താഴെയുള്ള ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. മുകളിലത്തെ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവുള്ളൂ, അത് ഓപ്പൺ ആവില്ല. ഹെപ്പ ഫിൽറ്റർ ഓപ്പൺ എന്ന് കാണും, അവിടെ വെച്ച് ഹെപ്പ ഫിൽറ്ററിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അടി പൊടിയൊന്നും മുട്ടുക, അല്ലെങ്കിൽ എന്താ പറയുക, തട്ടിക്കഴിഞ്ഞാൽ പൊടി പോകും. അതുകൂടാണ്ട് ആ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളിൽ മുടി കുടുങ്ങിയിട്ടുണ്ടാകും. നമുക്ക് അതിനുശേഷം ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ പവർ ബട്ടൺ. പവർ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ മെഷീൻ്റെ മുകളിൽ ലൈറ്റ് വരും. അതിനുശേഷം സൗണ്ട് നോട്ടിഫിക്കേഷൻ വരും. സൗണ്ട് നോട്ട് കഴിഞ്ഞാൽ ഒരു നേരെ 2 ബട്ടനാണ്. ഒന്ന് ഹോം ബട്ടണും, ഹോമിലേക്ക് നമുക്ക് മാനുവലായിട്ട് വിടാനും, മറ്റേത് അതിൻ്റെ ഓട്ടോ ക്ലീനിങ്ങിന് വിടാനുള്ള റൈറ്റ് സൈഡിലുള്ള ബട്ടനാണ് റൗണ്ട് പവർ ബട്ടൺ. അത് സിംഗിൾ ടച്ചിൽ ഓൺ ആവും, സിംഗിൾ ടച്ചിൽ ഓഫ് ആവും. ഇപ്പം ഹോമിൻ്റെ ചിഹ്നമാണ്, ഒരു സിമ്പിളുണ്ട്, അത് പ്രസ് ചെയ്യാൻ നേരെ ഓട്ടോമാറ്റിക് പോയി ചാർജ് ചെയ്യും. ഇനീഷ്യലി മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ 5 hours കമ്പൽസറി ആയിട്ട് ചാർജ് ചെയ്യണം. ബാറ്ററി സ്ട്രെങ്ത്ത് അതിനോട് നമ്മൾ മൊബൈലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജ് ചെയ്യല്ലോ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് പോയി ചാർജറിൽ കയറി